ഹലോ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നും ഇപ്പം ഇതാണ് ഇങ്ങനെ ഞാൻ എന്നും ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ മീനൊന്നും മേടിച്ചില്ല കേട്ടാ. ഇന്ന് ഞാൻ സത്യമായിട്ട് ഇന്ന് പോയിട്ട് എനിക്ക് മീൻ കിട്ടിയില്ല. എനിക്ക് വയ്യ, എനിക്ക് തേടിയാന്ന് കയറിയാന്ന് ചെല്ലാൻ നേരത്ത് മീനും കാണത്തില്ല, ഒന്നും കാണില്ല. ഇന്നങ്ങനെ ഒരു ചൊരക്ക കിട്ടി. 30 രൂപ എടുത്ത് ഒരു ചൊരക്ക മേടിച്ച് സത്യം പറഞ്ഞ് ഇന്ന് ആ ചൊരക്കയാണ് ഞാൻ അവിയലല്ല തേങ്ങ ചതച്ചിട്ട് വെച്ചത്. എന്തോ പറയാനാ, മീനൊന്നും ഇല്ലെങ്കിൽ ഇന്നലെ എനിക്ക് മീനില്ലായിരുന്നു. മീനില്ലെങ്കിൽ ഒരു കറിയും പറ്റത്തതുമില്ല. കണ്ട, ഇന്ന് ഇതും കൂട്ടാൻ നമ്മൾ തിന്നേണ്ടത്. വീട്ടിലെ അച്ഛന്മാർക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുമോ? കണ്ട, എൻ്റെ ചൊരയ്ക്ക ഇതാകുമ്പോൾ ചോറിന അമ്മമാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടം. എനിക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും വേണ്ടിയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓണത്തിനിട്ട നാരങ്ങ കണ്ടോ, ഇതില്ല അതിൻ്റെ കലത്തിൻ്റെയൊക്കെ കീഴിലെടുത്ത് വെച്ചതായതുകൊണ്ട് അതവിടെ ഇരുന്ന്. ഇന്ന് ഞാൻ എന്തോ എടുക്കാൻ ചെന്നപ്പോൾ അത് കിട്ടി മക്കളെ, സത്യം പറഞ്ഞാൽ. എന്നാൽ അതുകൊണ്ട് ഇത് പിന്നെ ഞാൻ വിചാരിച്ച ഒരു രസം വയ്ക്കാമെന്ന്. എൻ്റെ പൊന്നുമക്കളെ ചെന്ന് രസം വയ്ക്കാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ഇല്ല. ഓണത്തിന് മേടിച്ചതാ, വെളിച്ചെണ്ണ തീർന്ന് സത്യമോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനൊന്നും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞ് മീൻ കറിയൊക്കെ വെച്ച് കാണിക്കണമെന്ന്. എൻ്റെ മോള് കണ്ട വന്നതേ ഉള്ളൂ. തുണി പോലും ഊരി ഇട്ടില്ല, സത്യം പറഞ്ഞാൽ കുളിച്ചതും ഇല്ല. പിന്നെ നിഷേ, നീ പറഞ്ഞാലേ മീൻ കറി വയ്ക്കുന്നതൊക്കെ കാണിക്കാൻ പറഞ്ഞില്ലേ? മൂത്തമ്മയടുത്ത് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ പൊന്നുമോളെ ഇവിടെ മീൻ മേടിക്കാൻ ആര് പോകാനാ? ഇവിടെ ആർക്കും സമയമില്ല മീൻ മേടിക്കാൻ. എനിക്ക് ഈ തേരി കയറിപ്പോകാൻ വയ്യ. ഇത് കണ്ട മെനഞ്ഞാന്ന് പുട്ടിൻ്റെ കൂടെ മൂപ്പിച്ച പപ്പടോ. പപ്പടമൊക്കെ കണ്ടോ, നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ലായിരുന്നു കണ്ടോ. ഇവിടെ അങ്ങനെ ആരും അങ്ങനെ പപ്പടമൊന്നും തിന്നാൻ പോകില്ല. പിന്നെ വല്ലപ്പോഴേക്കും ഞാൻ ഇടണെടുത്ത് തിന്നും. എൻ്റെ പൊന്നു മോനെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ആരും ഒന്നും പറയുന്നില്ല. ഇപ്പം ഇത്ര പോലും ഇല്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ട് സത്യം പറഞ്ഞു. ചിന്തിച്ച് നോക്കി. നിഷ, എൻ്റെ നൈറ്റ് കൊള്ളാമോ? കള്ളമ്മ മേടിച്ച് തന്നതാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ മീൻ മേടിച്ചില്ല. മെനഞ്ഞാത്ത ചൂരക്കറി ഇരുന്നതാ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് മല്ലി അരച്ചിരുന്നു. അപ്പോൾ ആരോ പറയുന്നത് കേട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടാക്കുന്നത് മീൻ മേടിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മല്ലി അരയ്ക്കാതിരുന്നതെന്ന്. അല്ല, 56 പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു നാക്കല്ലേ ഉള്ളൂ. അങ്ങ് പോന്നതാ സത്യം പറഞ്ഞ. അല്ലാതൊന്നും അല്ല. ആരും ഒന്നും പറയല്ലേ. അല്ല പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനു ചെയ്യാനാ? ഇപ്പോൾ ഞാൻ എന്തിനു ചെയ്യാനാ? പിന്നെ ഞാൻ എല്ലാവരെയും തിരക്കിയിട്ടുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും തിരക്കിയിട്ടുണ്ട്. ഇവൻ്റെ അച്ഛനും അമ്മയും താത്തയും ചേച്ചി ഉമ്മമാരെ എല്ലാവരും തിരക്കി. എല്ലാവരുടെ അടുത്തും എനിക്ക് സ്നേഹം. ആരും എന്നോട് കയറിയിരിക്കരുത് നില്ല അമ്മു. അങ്ങനെ അതുകൊണ്ട് നമുക്കിനി നാളത്തെ വീഡിയോ കാണാം കേട്ടോ. അമ്മ പറയുന്നത് മതി എന്ന് വെച്ചാൽ 3 മിനിറ്റല്ലേ അതിനകത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ, അല്ലാതെ ഞാൻ എൻ്റെ കൊച്ചിനെ പള്ളു പറയാനൊന്നും അല്ല. ശരി, വെക്കട്ടെ. ഇനി ആണ്ടെ ഇത്രേ ഉള്ളൂ. നമുക്കിത് മതി. രസം വയ്ക്കാൻ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രസം വയ്ക്കാതിരുന്നത് കേട്ടാ. ശരി, എന്നാൽ വയ്ക്കട്ടെ. നാളത്തെ വീഡിയോ കാണാം.